എന്താ ചാർജ് കുറവാണല്ലേ? അതെ. നിങ്ങളുടെ ചാർജൊക്കെ പെട്ടെന്ന് തീരില്ലേ? എന്താ സംശയം? എന്ത് പറ്റി ഇന്ന് പെട്ടെന്ന് ചാർജ് തീരെ? ഒന്നും പറയണ്ട. മലമ്പുഴ ഡാമിലെത്തിയ കരിമ്പനച്ചോട്ടിൽ ക്രിയേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തതാ കാരണം. ഈ ലോകം തന്നെ നിങ്ങൾ അകത്താക്കിയിരിക്കുകയാണല്ലോ. ഭാഗ്യവാൻ. ഫോണെന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ കാര്യം? എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. സങ്കടപ്പെടേണ്ട. നിനക്കിപ്പോ എന്തു വേണം? ഇല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ മെമ്മറിയിൽ ഇപ്പോൾ മലമ്പുഴ ഡാം വീഡിയോ മാത്രമേ ഉള്ളൂ. കാണണമെന്നുണ്ടോ? ഓ ഭാഗ്യം. എനിക്കും കാണാൻ കഴിയുമോ? തീർച്ചയായും കാണാം. എന്നാലൊന്ന് പ്ലേ ചെയ്യുമോ? ഓക്കെ, വീഡിയോ കണ്ടോളൂ. നമ്മൾ ഇരിക്കുന്നത് മലമ്പുഴ പാലക്കാട്. മലമ്പുഴ എന്താ വെച്ചാൽ ഇതൊരു ഏറ്റവും ലോങ്ങസ്റ്റ് ഡാമാണ്. ഈ പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡാമാണ്. ഇതിനൊരു ചരിത്രം അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഭാരതപ്പുഴയുടെ കൈവഴികളായിട്ടുള്ള മലമ്പുഴ എന്ന് പറയുന്ന നദിക്ക് കുറുകെ കെട്ടിയിട്ടുള്ള ഒരു എർത്ത് ഡാമാണ്. നമ്മളന്ന് മറ്റേ ആളയാർ പോയത് ഗ്രാവിറ്റി ഡാമാണെങ്കിൽ ഇത് എർത്ത് ഡാമായിട്ടാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിവിടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ നെല്ലറയായിട്ടുള്ള പാലക്കാടിന് ഏറ്റവും കൂടുതൽ ജലസേചനം നൽകുന്ന ഒരു ഡാമായിട്ട് ഏറ്റവും കൂടുതൽ വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന ഡാമാണ് മലമ്പുഴ. ഈ മലമ്പുഴ ഡാമിൻ്റെ ഒരു പ്രത്യേകത കൂടി, ഈ മലമ്പുഴ ഡാം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് വെസ്റ്റേൺ ഗാട്സ്, അതായത് നമ്മുടെ ഈ മലനിരകൾ, നമ്മുടെ ഈ വെസ്റ്റേൺ ഗാട്സ് മലനിരത്തിൻ്റെ പാലക്കാട് ചുരത്തിൻ്റെ രണ്ട് മലകളായിട്ട് പിരിയും. ഒന്ന് നമ്മൾ പോയി ആളയാർ, നെല്ലിയാമ്പതി, പറമ്പിക്കുളം അങ്ങനെ പോയി നമ്മൾ തൃശ്ശൂരും കുതിരാൻ മല കയറുന്നില്ല. അതേപോലെ ഇപ്പുറത്ത് കൂടെ പോകുന്ന ഈ മലയുടെ വഴി പറയുന്നത് മണ്ണാർക്കാട് വരെ ഇങ്ങനെ പോയി അട്ടപ്പാടി വരുന്ന വാളയാർന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കാണുന്ന ഈ മലനിരകൾ. ഈ മലനിരയ്ക്കൊരു ഈ പ്രത്യേകത വെച്ചാൽ ഈ മലനിരൻ്റെ ഏറ്റവും കൂടുതൽ വെള്ളം അങ്ങോട്ടാണ് ഒഴുകുന്നത്. നമുക്ക് ഭവാനി ഒഴുകുന്നത്, മറ്റേ ചെറുവാണി ഭവാനി എല്ലാം ഈ മലയുടെ അങ്ങേവശം. സൈലന്റ് വാലി എല്ലാം ഈ മലയ്ക്ക് അങ്ങേവശമുള്ളത്. 27 മാർച്ച് 1949 ഭക്തവത്സരത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി 9 ഒക്ടോബർ 1955 കമ്മീഷൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള സ്തൂപമാണ്. എന്നോട് എഴുതിയിട്ടുണ്ടാവും ശ്രീ കെ കാമരാജ്, ചീഫ് മിനിസ്റ്റർ, ഗവൺമെൻറ് ഓഫ് മദ്രാസ് എഴുതിയിട്ട്. മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ ഡാമിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. 148 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ ഡാമിൻ്റെ റിസർവോയറിന് മാത്രം. അതിനൊപ്പം തന്നെ ഇതിലേക്ക് 223 മെട്രിക് ക്യൂബിക് മീറ്റർ വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്രയും വലിയ ഒരു ഡാമാണ് മലമ്പുഴ. ഡാമിൽ നിന്നും പുറത്തോട്ട് കർഷക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് പോകുന്ന കനാലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ മലമ്പുഴ എൻ്റെ ബാക്കിൽ കാണുന്ന അത് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറിൻ്റെ അടുത്താണ്.
മലമ്പുഴ എന്നാൽ ഡാം തന്നെ പ്രാധാന്യം കണ്ടുപോത് തീരുന്നില്ല. ഇതൊന്നുമല്ല ഇനിയാണ് കാണാനുള്ളത്. കണ്ടോളൂ മലമ്പുഴയുടെ ഉദ്യാന ഭംഗി. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be, we're gonna be two hearts running wild. പൂന്തോട്ടം അതിമനോഹരം. പക്ഷേ ഒരു സംശയം. പറയൂ, എന്താ സംശയം? പ്രസിദ്ധമായ യക്ഷിയുടെ ശില്പം മലമ്പുഴയിലല്ലേ ഉള്ളത്? തീർച്ചയായും യക്ഷിയുടെ വീഡിയോസും ഉണ്ടല്ലോ, അതും ആസ്വദിച്ചോളൂ. കാനായി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരു ശില്പി 1969 നിർമ്മിച്ചതാണ് ഈ സ്റ്റാച്യു. ഇതിന് ഒരു 50 വർഷം പൂർത്തിയായപ്പോൾ കേരള സർക്കാർ അയാളെ ആദരിക്കുകയുണ്ടായി. കാനായി കുഞ്ഞിരാമൻ്റെ സ്റ്റാച്യു ആണ് യക്ഷി, മലമ്പുഴ യക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. യക്ഷി ഒരു മനോഹരി തന്നെ. കഴിഞ്ഞില്ല, ആകാശത്തിലൂടെ ഇരുന്ന് സഞ്ചരിച്ച് മലമ്പുഴയുടെ മുഴുവൻ കാഴ്ചകളും കാണാൻ റോപ്പ് വേയും ഞാൻ കാണിച്ചു തരാം. ആയിക്കോട്ടെ.
അവസാനമായി ഒന്നുകൂടെ മലമ്പുഴയുടെ ചരിത്രം വിവരിക്കുന്ന ഫോട്ടോ ഗാലറി കൂടെ ഉണ്ട് കേട്ടോ. കാണണം ആ അതിശയവും കൂടെ.